അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജയിലിലെ നിരാഹാരം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം ACJM കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റി രാഹുലിനെ 2 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗോപാൽ, നമുക്കറിയാം ഇന്നലെ വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം കോടതിയിൽ നിന്ന് രാഹുൽ ഈശ്വറിന് നേരിടേണ്ടി വന്നത്. ഒന്ന് ജാമ്യാപേക്ഷ തള്ളി, മറ്റൊന്ന് നിരാഹാരം ഇരിക്കുന്നതിന് രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇനിയുള്ള നിയമവഴിയിലെ രാഹുൽ ഈശ്വറിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഒപ്പം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണോ പോലീസ്? അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു രാഹുൽ ഈശ്വറിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജാമ്യാപേക്ഷ തള്ളി എന്നത് മാത്രമല്ല, രാഹുലിന്റെ നിരാഹാര സത്യാഗ്രഹത്തെ വലിയ രീതിയിൽ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ 2 ഭാഗത്തുനിന്നും, അതായത് ജാമ്യാപേക്ഷ തള്ളി ജാമ്യം ലഭിക്കുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി നിരാഹാര സത്യാഗ്രഹം ഒടുവിൽ രാഹുൽ ഈശ്വർ അവസാനിപ്പിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ മേലിൽ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്നും ഇതുവരെ ചെയ്ത കാര്യത്തിൽ ഖേദമുണ്ട് എന്നുമുള്ള നിലപാടൊക്കെ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ 7ാം ദിവസമാണ്. ഇന്ന് 8ാം ദിവസമാണ് രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, അധിക്ഷേപിക്കാൻ ശ്രമിച്ചു, വ്യക്തിത്വം വെളിപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരിട്ട് ആ കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കഴിയുന്നത്. FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ താനത് പിൻവലിക്കാൻ തയ്യാറാണെന്നും സ്ത്രീകൾക്കെതിരായ കേസുകൾ ഇത്തരത്തിൽ ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് അല്ലെങ്കിൽ മാപ്പ് പറച്ചിൽ രാഹുൽ കോടതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പക്ഷേ ഈ വിഷയത്തിൽ കോടതി കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇനി ഒരു പക്ഷേ ഈ ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും രാഹുലിന് കുറച്ച് ദിവസങ്ങൾ കൂടി ജയിലിൽ കഴിയേണ്ടതായി വരും. ഇതിനിടയിൽ കസ്റ്റഡിയിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഈ വിശദമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെത്താനുണ്ടെന്നും വിശദമായി രാഹുലിനെ ചോദ്യം ചെയ്യാനുണ്ടെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നിരാഹാരം അവസാനിപ്പിച്ച രാഹുൽ ഈശ്വറിനെ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീണ്ടും 2 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങളുമായി ചേർത്തത്.